ഇന്നലെ നടന്ന ആക്രമണവും ആ സംഭവവും ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഏതൊരു വ്യക്തിയെ അപലപിക്കേണ്ട ഒന്നാണ്. പക്ഷേ കേരളത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, തങ്ങൾക്ക് ഒരവസരം കിട്ടിയാലെന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ അതുപോലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണം. ഇത് നുണയാണെന്ന് അവർ പറയുക. എല്ലാ നുണകളും പറഞ്ഞ് കേരളത്തിൽ മൊത്തം നുണയുടെ അതിപ്രസരം ഉണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല, ഏതാക്രമണത്തെയും ഇവർ അതിനെ അംഗീകരിക്കുന്നു, അതിനാളുകളെ അഴിച്ചുവിടുന്നു എന്നുള്ളത് അങ്ങേറ്റ അപലപനീയമായ കാര്യമാണ്. ഇത് ഒരു മന്ത്രിയുടെ നേരെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധിയുടെ നേരെ വന്നു എന്നുള്ളതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. കാരണം ആരുടെ നേരെ ഇത് വരാം, എന്നിട്ട് അതിനെ ന്യായീകരിക്കുക. ആ ന്യായീകരിക്കുന്നതാണ് തെറ്റ്. ഒരു തെറ്റ് ഞങ്ങൾക്ക് പറ്റിപ്പോയി, ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഒരു തെറ്റ് പറ്റിപ്പോയാൽ ആ തെറ്റ് പറ്റി എന്ന് അംഗീകരിക്കുന്നതാണ് മാന്യത. ഇത് അങ്ങേയറ്റം തെറ്റായ കാര്യമാണ്. ഇവരെ പോലുള്ള ആളുകളെ വിശ്വസിച്ച് എങ്ങനെയാണ് പൊതുരംഗത്ത് കോൺഗ്രസിനകത്ത് നിൽക്കുന്ന ആർക്ക് തന്നെ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുക? കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരെല്ലാം ഈ അക്രമത്തെ അംഗീകരിക്കുന്നവരാണോ? ഏതോ ഒറ്റപ്പെട്ട ചില KSU പ്രവർത്തകർ അങ്ങനെ പോയി തെറ്റ് കാണിച്ചു എന്ന് ഇവർ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ പോകുമ്പം തെറ്റ് കാണിക്കാം, അധികപ്പറ്റ് കാണിക്കാം. ചിലപ്പോൾ അവർ ഞങ്ങളുടെ ഉത്തരവാദിത്തമുള്ള പ്രവർത്തകരായിരുന്നില്ല എന്ന് പറയാം. അതിന് പകരം ഇത് ചെയ്തോളാൻ വീണ്ടും പറയുകയല്ലേ? ഇത് കേരളത്തിലെ അന്തരീക്ഷം മോശമാക്കാനല്ലേ? ക്രമസമാധാന അന്തരീക്ഷം മോശമാക്കാനല്ലേ? എന്തായാലും അങ്ങനെ അന്തരീക്ഷം മോശമാക്കാനുള്ള ഒരു പ്രകോപനത്തിനും വീഴാൻ ഇടതുപക്ഷം തീരുമാനിച്ചിട്ടില്ല. വളരെ സമാധാനപരമായി ജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യം പറയാനും ഇവരുടെ അക്രമത്തെയും എല്ലാ കാര്യങ്ങളെയും തുറന്നു കാണിക്കും. ഞാനിത് പറയുന്നത് മാധ്യമപ്രവർത്തകരുടെ മുമ്പിലാണ്. മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് പറയുന്നത്. കാരണം നാളെ നിങ്ങളൊരു വാർത്ത കൊടുത്താൽ നിങ്ങളുടെ ഒരു മാധ്യമത്തെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നില്ല, നിങ്ങളുടെ പത്രപ്രവർത്തകരെ ഉപദ്രവിക്കത്തില്ലെന്ന് എന്താ ഉറപ്പ്? ഇതൊരു വളരെ തെറ്റായ കാര്യമാണ്. ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും ഇങ്ങനെ നേതൃത്വം പ്രവർത്തിക്കുന്ന ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും വീണ്ടും ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതല്ല കേരളം പ്രതീക്ഷിക്കുന്നത്. ഒരു പോരായ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പോരായ്മ ഉണ്ട് എന്ന് പറയണം. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളോ ചില വ്യക്തികളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തള്ളിപ്പറയണം. അത് മുഴുവനും അത്തരം ഒരു ഗുണ്ടായിസത്തെ ഞങ്ങൾ ന്യായീകരിക്കുന്നു, നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്ന സമീപനം ശരിയല്ല. ആരും ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോഴും ഉത്സവ സ്ഥലത്ത് പോകുമ്പോഴും കല്യാണ സ്ഥലത്ത് പോകുമ്പോഴും വഴിക്കൂടി പോകുമ്പോഴും ആശുപത്രി പോകുമ്പോഴും ഒക്കെ ഇത് കാണിക്കുന്നത് ശരിയാണോ? ഇതൊരു രീതിയല്ല. അതിനകത്ത് സർക്കാരിനെതിരെ ആരോപണം തൻ്റെ ഇടത്തോടെയും ധൈര്യത്തോടെയും പറയാൻ പറ്റുന്നതിന് ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ച നിയമസഭയുണ്ടല്ലോ. ആ നിയമസഭയിൽ ഒരു വാക്ക് പറയാൻ തയ്യാറായിട്ടുണ്ടോ? ബഡ്ജറ്റിനകത്ത് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നിയമസഭയ്ക്കകത്ത് എന്താ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ MLAക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരെ പോലും സംസാരിപ്പിക്കാൻ ആഗ്രഹിക്കാതെ തടസ്സമുണ്ടാക്കി അവരെ വെല്ലിലിറത്തി ഇരുത്തുകയല്ലേ ചെയ്യുന്നത്? ശരിക്കും പ്രതിപക്ഷം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയ്ക്ക് ആഗ്രഹിക്കുന്നില്ല. ബഹളം ഉണ്ടാക്കി ഒരു ഹൂഗ്ലിയാനിസം കാണിച്ച് കലാപം ഉണ്ടാക്കി നാട്ടിലാകെ ഒരു അന്തചിത്രം ഉണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഇത് ഒരുമാതിരി താലിബാനിസത്തിൻ്റെ സ്വഭാവമാണ്. ചർച്ചയ്ക്ക് നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്ത് അയച്ചു കഴിഞ്ഞാൽ ആ നിയമസഭ ഉപയോഗിക്കാതിരിക്കുക, ഒരു ജനാധിപത്യ വേദിയും വേണ്ടെന്ന് തീരുമാനിക്കുക, കുറച്ച് ആളുകളെ അയക്കുക. അതാ താലിബാനിസം എന്ന് ഞാൻ പറയുന്നത്. അതൊരു പ്രയോഗമാണ്. എവിടെയും എന്ത് കാര്യവും ഒരു ബഹളം ഉണ്ടാക്കി അരാജകത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അത് ചെയ്യുന്നത് പ്രതിപക്ഷമാണ്, പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലാണ്. ഇങ്ങനെയുള്ള ആളുകൾ പ്രതിപക്ഷത്തെ നയിച്ചാൽ, രാഷ്ട്രീയ പാർട്ടിയെ നയിച്ചാൽ എന്തായിരിക്കുമെന്ന് ജനങ്ങൾ ചിന്തിക്കും. അതേ എനിക്ക് പറയാനുള്ളൂ.